പ്രകാശമേ മിഴി തുറക്കുക വേഗം. തിരുനാളിന്റെ അവസാന മഹാദിനത്തിൽ അവൻ ഈശോ എഴുന്നേറ്റ് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ജീവജലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ജീവജലം, ഇത് ആത്മാവാണ്, ശക്തി പകരുന്ന ഈ ജീവജലം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ ഈ ജീവജലം സ്വന്തമാക്കുവാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് ഇന്ന് വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകം നൽകുന്ന ജലം, ലോകം നൽകുന്ന സന്തോഷങ്ങൾ, ഇവയൊക്കെ വീണ്ടും നമ്മിൽ ദാഹം ഉണ്ടാക്കും. ലോകം നൽകുന്നത് എന്തും, ഞാൻ ഒരു ജലത്തിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ലോകം നൽകുന്ന മറ്റെന്ത് സന്തോഷങ്ങളാകട്ടെ, ഇതിനെല്ലാം വീണ്ടും ദാഹം ഉണ്ടാകാം. പക്ഷേ കർത്താവ് നൽകുന്ന ജീവന്റെ ജലം, ദൈവത്തിന്റെ ആത്മാവ് നിറയപ്പെടുന്ന ഒരു വ്യക്തി അവൻ ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ കേവലം ശാരീരികമായ ദാഹമല്ല, ഒരാത്മീയ ദാഹം. അവൻ്റെ ആത്മീയ ദാഹത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ള ഓർമ്മപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ആത്മീയ ദാഹം അവനിലുണ്ടെങ്കിലും ആ ദാഹത്തെ ശമിപ്പിക്കുന്ന ആത്മാവ് ഉണ്ടെങ്കിൽ പിന്നെ ദാഹത്തിൻ്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കണം. ഈ ആത്മാവ് നിറഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും ദാഹം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ ആത്മാവ് നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന ഈ ജീവന്റെ ജലം ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ആത്മാവിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുവാൻ, ഈ പരിശുദ്ധാത്മാവിൽ നിറയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക